ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക റൈസാണ്. ലഞ്ച് ബോക്സിന് പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണിത്. കോവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കോവയ്ക്ക റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ കോവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ട മസാല ഒന്ന് അരച്ചെടുക്കണം. അതിനായി ഒരു മിക്സഡ് ജാറിലേക്ക് 2 സവാള ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 10 കാഷ്യൂനട്ട് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി കോവയ്ക്കയെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി ഒന്ന് ഫ്രൈ ആയി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ കോവയ്ക്ക ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. ഇനി ഉഴുന്നും തുവരപ്പരിപ്പും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉഴുന്നൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സവാള ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി മുളക് ഒന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും തക്കാളിയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മസാലയൊക്കെ കോവയ്ക്കയിൽ പിടിക്കാനായി മീഡിയം ടു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു 5 മിനിറ്റിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ജീരകശാല റൈസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജീരകശാല റൈസ് തന്നെ വേണം നിർബന്ധമില്ല. പിന്നെ ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കുഴഞ്ഞു പോകാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമേ ഇല്ല ഈ ഒരു റൈസ് കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഈ കോവയ്ക്ക റൈസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പിക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ലഞ്ച് ബോക്സിൽ കൊടുത്തിടാൻ പറ്റിയ ഒരു നല്ലൊരു രുചികരമായിട്ടുള്ള റെസിപ്പിയാണിത്. ഉറപ്പായും ഒരു തവണയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്.